അതുകൊണ്ട് ആ നിൽക്കുന്ന തെങ്ങിൽ ആകപ്പാട് പിടിച്ചു ഒരു തേങ്ങ. അത് കമ്പം കൊണ്ട് അടിച്ചിടാൻ നോക്കിയാൽ പറ്റുമോ? ഇല്ല. ആ ശ്രമം ചീറ്റിപ്പോയെന്ന് അറിഞ്ഞപ്പം പോയി ഷർട്ടും ഒക്കെ എടുത്തിട്ട് താണ്ട തോർത്തൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് മരം കയറാൻ. ഇനി ഇവനെങ്ങാനും ഉരുണ്ടടിച്ച് തറയിലോട്ട് വീണ് കഴിഞ്ഞാൽ അവിടെ മൊത്തം തൊട്ടാ വഴി അവന്റെ ചന്തിക്ക് മുള്ളു കയറും. പിന്നെ ഇത്രയും റിസ്ക് എടുത്ത് ഇതിനകത്ത് കയറേണ്ട കാര്യം ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല. പിന്നെ വേറൊരു കാര്യം ഉള്ളതെന്ന് വെച്ചാൽ ഇത് നമ്മുടെ വീട്ടിലല്ല, അപ്പുറത്ത് അയ്യത്ത് ഒഴിഞ്ഞു കിടന്ന തെങ്ങും അതിൽ പിടിച്ച കരിക്കുമാണ് ചിക്കു അടത്താൻ കയറി. ഇത് കണ്ടോണ്ട് വീട്ടിൽ അമ്മൂമ്മ കിടന്ന മുട്ട മഴക്കാരെന്ന് വേറെ പണിയൊന്നുമില്ല, വെല്ലോറെ അയ്യത്ത് കയറി കരിക്കിടാൻ കയറിയേക്കുന്ന അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇവൻ പറയും ഇതൊക്കെ ഒരു ത്രില്ലല്ലേ. ഇതിന്റെ ഉടമസ്ഥരവിടങ്ങും ഇല്ല. ഇനി അഥവാ അവർ വന്ന് ചോദിച്ചാൽ ഇവൻ പറയാം ഒരു കരിക്കിന്റെ പൈസയും കൊടുത്താൽ മതി. ഇത്രയും റിസ്ക് എടുത്ത് കരിക്ക് വിജയെന്നോണ്ടെടുത്ത് ഏറെറിഞ്ഞാണ്ടാ അതിലേക്കൊണ്ടാ കരിക്ക് പൊട്ടിപ്പോയിരുന്നെങ്കിലോ, കയറിയതിന് വല്ല ഫലവും കാണുമായിരുന്നു. അങ്ങനെ 2 വഴക്ക് കേട്ടിട്ടായാലും മിഷൻ അക്കംപ്ലിഷ്ഡ് ആയി. കരിക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് കരിക്കാണോ തേങ്ങയാണോ എന്ന് വെട്ടുമ്പോ അറിയാം. ആദ്യം ഇപ്പൊ അങ്ങ് വെട്ടിത്തീരുമെന്നും പറഞ്ഞുകൊണ്ട് 2-3 വെട്ട് വെട്ടി. പക്ഷെ വെട്ടി എടുക്കാൻ ഇച്ചിരി പാടുപെട്ട്, കാരണം ഇത് തേങ്ങയായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇച്ചിരി മൂത്ത കരിക്കെന്ന് വേണമെങ്കിൽ പറയാം. എനിക്കും ചിക്കൂനായിരുന്നു കരിക്കും വെള്ളം കുടിക്കാൻ മുട്ടി നിന്നത്. അപ്പൊ അവൻ കുടിച്ചു കഴിഞ്ഞാൽ ഞാനെടുത്ത് കുടിച്ചു കണ്ട കരിക്കും വെള്ളം എല്ലാം കൂടെ എൻ്റെ മൂക്കി വരെ കയറി. നേരാവണ്ണം ഒരു കരിക്കും വെള്ളം കുടിക്കാൻ പോലും എനിക്ക് അറിയത്തില്ലെന്നുള്ള സത്യം അപ്പോഴാണ് എനിക്ക് മനസ്സിലായ. പിന്നെ വേണ്ട വെട്ടിക്കണ്ടിച്ചെടുത്തപ്പോൾ തേങ്ങയുടെ വരുമായിരുന്നു. അതിന് ഇവന്മാർ 2 പേരോട് ഒന്ന് അടിയിട്ട് ഒരു കഷ്ണം അവനും എടുത്ത് ഒരു കഷ്ണം മറ്റവനും എടുത്ത്. ഞങ്ങളതിലെ കുരുമ്പ തിന്നുന്നതുകൊണ്ട് ലീസ വേണ്ട നോക്കി നിൽപ്പുണ്ട്. അപ്പൊ ചിക്കു പിന്നെ അവക്ക് ഒരു കഷ്ണം ഇട്ട് കൊടുത്ത് കരിക്കും വെള്ളവും കുടിച്ച് കുരുമ്പേ നിന്ന്. ഇനി അവരെങ്ങാനും ചോദിക്കാൻ വന്നാ പാക്കല.